തിരൂർ നഗരസഭയിലേക്ക് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് തിരൂർ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വീകരണം നൽകി. നഗരസഭാ ചെയർപേഴ്സൺ ഇബ്രാഹിം ഹാജിയെ സ്റ്റോർ ഹെഡ് കെ.സി. ദിനേശ്, വൈസ് ചെയർപേഴ്സൺ സിന്ധു മംഗലശ്ശേരി, ഡെപ്യൂട്ടി സ്റ്റോർ ഹെഡ് നസീഫ് എന്നിവർ ആദരിച്ചു. പാവപ്പെട്ട സമൂഹത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളെ ചേർത്ത് പിടിക്കുന്ന ഒരു സംവിധാനം വർഷങ്ങളോളമായിട്ടുണ്ട്. അതൊക്കെ പല സമയങ്ങളിലും ഞാൻ തന്നെ നേരിട്ട് പല ആളുകൾക്കും വേണ്ടി കത്ത് കൊടുത്തിട്ടും റെക്കമെൻഡ് ചെയ്തിട്ടും വീട് സംബന്ധമായിട്ടും അതുപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടും ആരോഗ്യ മേഖലയിലൊക്കെ ഇവരുടെ സഹായം ലഭിച്ച ഒരുപാട് ആളുകളുണ്ട്. ഇന്നും അവർ പല സംവിധാനങ്ങളും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു പുതിയ പദ്ധതി ഇവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. മലബാർ ഗോൾഡ് ഇത് രണ്ടാമത്തെ ഷോറൂമാണ്. ഈ രണ്ടാമത്തെ ഷോറൂം തുടങ്ങുമ്പോൾ ഈ ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത ആളുകൾ പിന്നെ അതിനുശേഷം ഇപ്പോൾ 23 രാജ്യം 14 രാജ്യം 14 രാജ്യത്ത് 417 ഷോറൂം. ഇടയ്ക്കിടയ്ക്ക് ഫൈസൽ ഇങ്ങനെ ഫ്ലൈറ്റ് പോകുമ്പോൾ ഒന്ന് ഉദ്ഘാടനത്തിന് പോകുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. ഫൈസലിനിടയ്ക്ക് ഇവിടുന്ന് കാണുമ്പോൾ ചോദിക്കും, നിങ്ങൾ ഈ ബിസിനസ് ക്ലാസ്സിൽ ഇരുന്നിട്ട് മൂപ്പര് അതിൻ്റെ മഹിമകൾ പറയും. അപ്പോൾ അടുത്ത ദിവസം ആസ്ട്രേലിയയിലാണ്, ഏറ്റവും ലാസ്റ്റ് വിദേശത്ത് ചെയ്ത ആസ്ട്രേലിയയിലാണ്. എന്നാലും മലബാർ ഗ്രൂപ്പ് ആ ടീമിൻ്റെ പ്രവർത്തനമാണ് മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. നിർധന കുടുംബങ്ങൾക്കുള്ള ഭവന സഹായ വിതരണവും വേദിയിൽ നടന്നു. സോണൽ ഹെഡ് ടി.കെ. അഷ്മർ അധ്യക്ഷത വഹിച്ചു. അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ പ്രവർത്തനം തുടങ്ങിയ 4ാം വർഷം മുതൽ മലബാർ ഗോൾഡിന്റെ ലാഭവിഹിതത്തിൽ 5% കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നീക്കിവെക്കുന്നതായി ടി.കെ. അഷ്മർ പറഞ്ഞു. മലബാർ ഗോൾഡ് തുടങ്ങി 4ാമത്തെ വർഷം മുതൽ തന്നെ ഞങ്ങൾ ഇതിന്റെ ഒരു വിഹിതം സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് അവരുടെ ആരോഗ്യ മേഖലയിലെ സഹായമായിട്ടും വിദ്യാഭ്യാസ സഹായമായിട്ടും ഭവനമില്ലാത്തവർക്ക് വീടിന്റെ സഹായമായിട്ടും ഇങ്ങനെ പല രീതിയിൽ നടത്തി വന്നിട്ടുണ്ട്. ഈ അടുത്തായി നമ്മുടെ തണൽ റിഹാബിലിറ്റി സെന്ററുമായി സഹകരിച്ചുകൊണ്ട് ലോകത്തിലെ 60,000 ആളുകൾക്ക് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം നൽകി വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് നൽകാൻ സാധിക്കുന്നത് തിരൂരിലെ പോലെയുള്ള നല്ല മനസ്സിന്റെ ഉടമകളായിട്ടുള്ള ഒരുപാട് മലബാറിന്റെ കുടുംബാംഗങ്ങളായിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ പൂർണ്ണമായ പിന്തുണയും സഹായവും സഹകരണം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മലബാർ ഗോൾഡിന് എന്നും സാമൂഹിക പ്രതിബദ്ധത എന്നത് ചെറുതായിട്ട് ഒരിക്കലും ഞങ്ങൾ കണ്ടിട്ടില്ല. ഓരോ നാട്ടിലെയും കച്ചവടത്തിന്റെ ലാഭത്തിന് 5% ആ നാട്ടിലെ നിർധരായിട്ടുള്ള ആളുകൾക്ക് ഏതൊക്കെ മേഖലയിൽ ഇന്ത്യ നിയമപ്രകാരം നമുക്ക് ചെലവഴിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിന്ധു മംഗലശ്ശേരി, കൌൺസിലർമാരായ അഡ്വക്കേറ്റ് വി ചന്ദ്രശേഖരൻ, ഗഫൂർ പി ലില്ലീസ്, നിർമ്മല കുട്ടികൃഷ്ണൻ, ഡോക്ടർ ഹസൻ ബാബു, പി.എ. ബാവ, പി.പി. അബ്ദുറഹ്മാൻ, അഡ്വക്കേറ്റ് എം. വിക്രംകുമാർ, സീനിയർ ഷോറൂം ഹെഡ് എ.ടി. അബ്ദുൽ നാസർ, സ്റ്റോർ ഹെഡ് വി.വി. അബ്ദുൽ സലീം, മാർക്കറ്റിംഗ് മാനേജർ പി. ജിതീഷ് എന്നിവർ സംസാരിച്ചു. എഡിറ്റർ ലൈവ്, തിരൂർ. ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ, എയർപോർട്ട്, കാർഗോ, ലോജിസ്റ്റിക്സ്, ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് വേൾഡ് വൈഡ് ടോപ്പ് 10 ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9388221922. ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള 3-year ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.